മൊത്തത്തിൽ ഒരു പ്രശ്നം വെപ്പ് വേണോ അത്രേ? എന്താണെന്നറിയില്ല. ഭരണത്തിലേറിയത് മുതൽ നിരന്തരം പ്രശ്നങ്ങളാണ്. ഇങ്ങനെ പോയാൽ എന്തായാലും ഒരു ഹോമം വേണ്ടിവരും. ഇതൊക്കെയാകും ഇപ്പോഴത്തെ UDF സർക്കാരിന്റെ ചിന്തകൾ. എന്തൊക്കെ വിവാദങ്ങളാ സർക്കാർ നേരിടുന്നത്. അല്ല, ഇതൊക്കെ ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്. പക്ഷെ ഇപ്പം പ്രശ്നം അല്പം ഗുരുതരമാണ്. സ്വന്തം വകുപ്പിലെ നിയമനം പോലും മന്ത്രിമാർ അറിയുന്നില്ലത്രേ. സ്വന്തം വകുപ്പിൽ ഒരു നിയമനം നടക്കുമ്പോൾ അതിൽ ഒപ്പിടേണ്ട മന്ത്രിമാർ പിറ്റേന്ന് രാവിലെ പത്രം വായിച്ചാണ് വിവരം അറിയുന്നത്. ഭരണമെന്നാൽ ജനങ്ങളെ സേവിക്കലെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ UDF സർക്കാരിന്റെ നിഘണ്ടുവിൽ അങ്ങനെയല്ല. തങ്ങൾ അറിയാതെ തങ്ങളുടെ ആളുകൾക്ക് തസ്തികകൾ വീതിച്ചു നൽകുന്ന ഒരു പുണ്യപ്രവൃത്തിയാണത്. സ്വന്തം വകുപ്പിൽ എന്ത് നടക്കുന്നു എന്ന് മന്ത്രിമാരറിയാത്ത, പാർട്ടിയിൽ ആരെവിടെ കയറിപ്പറ്റുന്നുവെന്ന് KPCC പ്രസിഡന്റ് അറിയാത്ത ഒരു അപൂർവ ജനാധിപത്യ പ്രതിഭാസത്തിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ നിൽക്കുന്ന മന്ത്രിമാരെ കാണുമ്പോൾ സഹതാപം തോന്നിയാൽ കുറ്റം പറയാനാകില്ല. ഇതിൽ ഏറ്റവും വലിയ കോമഡി നടന്നിരിക്കുന്നത് ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷക നിയമനത്തിലാണ്. ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിൽ പ്രതിക്ക് വേണ്ടി വാദിച്ച അതേ അഭിഭാഷകനെ തന്നെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചിരിക്കുന്നു. ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി നൽകാതെ ഉരുണ്ട് കളിക്കുകയാണ് മന്ത്രി മുരളീധരൻ ചെയ്തത്. കാര്യങ്ങൾ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയാണ്, അതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാണെന്നാണ് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ചോദിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്യാബിനറ്റിൽ ഉണ്ടായിട്ടില്ല. അല്ല, അത് മുഖ്യമന്ത്രിയുടെ ഒരു ഡിസ്ക്രിഷണറി പവറിന് ഞാൻ വിട്ടുകൊടുത്തിരുന്നു നേരത്തെ. ഇനി ഞാനും അറിഞ്ഞില്ല, എന്റെ KPCC അറിഞ്ഞില്ല. ഈ നിയമന വിവാദങ്ങളെല്ലാം കത്തിപ്പടരുമ്പോഴാണ് വൈദ്യുതി മന്ത്രിയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫിന്റെ വക അടുത്ത നുണ. നിയമനത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അങ്ങനെ ഒരു നിയമനത്തെക്കുറിച്ച് KPCC പ്രസിഡന്റായ താൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നായിരുന്നു മറുപടി. ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ദേവസ്വം മന്ത്രിയോട് ചോദിക്കണമെന്ന് KPCC പ്രസിഡന്റ്. അതെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പിശകുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകും. ഇത് ചെറിയൊരു അത് ദേവസ്വം മന്ത്രിയാണ് ആ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. തനിക്കറിയില്ല, മുഖ്യമന്ത്രിക്ക് അറിയുമെന്ന് ദേവസ്വം മന്ത്രി. അല്ല, അറിയാൻ മേലാനായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് പരസ്പരമെങ്കിലും അറിയുമോ? പാർട്ടിയും അറിയുന്നില്ല, ഭരിക്കുന്ന വകുപ്പിന്റെ മന്ത്രിയും ഒന്നും അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ആരാണ് ഈ നാട്ടിൽ നിയമനങ്ങൾ നടത്തുന്നത്? UDF സർക്കാർ അധികാരമേറ്റ ശേഷം നടത്തിയ ഗവൺമെന്റ് പ്ലീഡർ നിയമനങ്ങളിൽ ലക്ഷങ്ങളുടെ കോഴയിടപാട് നടന്നിട്ടുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. നിയമമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശന്റെ താൽപര്യപ്രകാരം നടത്തുന്ന നിയമനങ്ങൾക്കെതിരെ കോൺഗ്രസ്, ലീഗ് അഭിഭാഷക സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. പ്ലീഡർ നിയമനത്തിന് 10 മുതൽ 15 ലക്ഷം വരെ ആവശ്യപ്പെട്ടെന്നാണ് ആക്ഷേപം. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ തസ്തികകളിലേക്ക് കോൺഗ്രസ് അഭിഭാഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിനെയും ലീഗിന്റെ ലോയേഴ്സ് ഫോറത്തെയും തഴഞ്ഞെന്നാണ് പ്രധാന പരാതി. സംഘടനാ ബന്ധമില്ലാത്തവരും BJP അനുഭാവികളും വരെ നിയമിക്കപ്പെട്ടു. ഇനി ഇത്രയൊക്കെ നാണക്കേടുണ്ടായിട്ടും ഇതിനെയൊക്കെ വെള്ളപൂശാനാണ് മുഖ്യധാര മാധ്യമത്തിന്റെ ശ്രമം. രാഷ്ട്രീയമായ തർക്കങ്ങൾ സ്വാഭാവികമാണെന്നും നിയമനങ്ങളിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിന്റെ വിവേചനാധികാരത്തിനും അഭിഭാഷകരുടെ പ്രൊഫഷണൽ യോഗ്യതയ്ക്കുമാണ് മുൻഗണന നൽകേണ്ടതെന്നുമുള്ള ന്യായീകരണങ്ങളാണ് ഉയർത്തുന്നത്. ഒരു അഭിഭാഷകൻ മുൻപ് ആർക്ക് വേണ്ടി ഹാജരായി എന്നത് അയാളുടെ പ്രൊഫഷന്റെ ഭാഗമാണെന്നും അത് ഗവൺമെന്റ് പ്ലീഡർ പദവിക്ക് അയോഗ്യതയാക്കേണ്ടതില്ലെന്നുമുള്ള വാദങ്ങളെ മുൻനിർത്തിയാണ് ഇത്തരം ന്യായീകരണങ്ങൾ. എന്നാൽ പാർട്ടിക്കുള്ളിലെ പ്രതിഷേധത്തെ ലഘൂകരിച്ച് കാണിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് വ്യക്തമാണ്. കഞ്ചാവ് കേസിലെ പ്രതിയുടെ സഹോദരനെ ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതും വനം മന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിയമനത്തിലുമെല്ലാം മറ്റൊരു ഭാഗത്ത് വിവാദങ്ങൾ പുകയുന്നുണ്ട്. വകുപ്പ് മന്ത്രിമാരും പാർട്ടി നേതൃത്വവും അറിയാതെ തന്ത്രപ്രധാനമായ നിയമനങ്ങൾ നടക്കുന്നുവെന്ന് പറയുന്നത് ജനാധിപത്യത്തെ വില കുറച്ച് കാണുന്നതിന് തുല്യമാണ്. പാർട്ടിക്കുള്ളിലെ ഏകോപനമില്ലായ്മയുടെയും ബാഹ്യ ഇടപെടലുകളുടെയും തെളിവായാണ് ഇതിനെയെല്ലാം കാണാൻ കഴിയുക.